ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരുടെ ധ്യാനഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാസങ്ങളോളം നീണ്ട പ്രാർത്ഥനയുടെ ഒരുക്കം ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് നടന്നു. അതുമൂലം വളരെ നല്ലൊരു അനുഭവമായിട്ട് ധ്യാനം മാറി. ഈ ഇടവകയിലെ യുവജനങ്ങള് അവസാന ദിവസമായപ്പോഴേക്കും അത്യന്തം ആവേശത്തോടു കൂടിയിട്ട് ഇതിന്റെ സമാപന റാലിക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഈ ധ്യാനം അവരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള നല്ല കാഴ്ചപ്പാടുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനൊരു ധ്യാനം നടത്തുവാനായിട്ട് സാധിച്ചതിന് സർവേശ്വരന് നന്ദി പറയുന്നു. ഇതിവിടെ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായം നൽകിയ ബഹുമാനപ്പെട്ട എറമ്പിയിൽ അച്ഛന്, വർഗീസ് അച്ഛന് ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി, വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി, വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി, വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. ഈ ഐമുറി ഇടവകയിലെ എല്ലാ ദൈവമക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ഇരുവശങ്ങളിലേക്കും കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ പാടുന്നു, ദൈവമക്കൾ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ഒന്ന് ചേർന്ന് പാടുന്നു, ഹല്ലേലൂയ ഹോസാന. കൈകൾ കൊട്ടി പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ആമോദത്താൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ആനന്ദത്താൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ആഹ്ലാദത്താൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. സർവ്വജനാദര സൃഷ്ടാവേ, ഹല്ലേലൂയ ഹോസാന. പരിപാലകനാം ദൈവമേ, ഹല്ലേലൂയ ഹോസാന. ഭൂലോകത്തിൻ രാജാവേ, ഹല്ലേലൂയ ഹോസാന. സ്വർലോകത്തിൻ രാജാവേ, ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ഹോസാന. ദൈവമക്കൾ പാടുന്നു, സ്വരമുയരട്ടെ എല്ലാവരും ചേർന്ന് പാടുന്നു, ഹല്ലേലൂയ ഹോസാന. കൈകൾ കൊട്ടി പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ആമോദത്താൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. ആനന്ദത്താൽ പാടുന്നു, ഹല്ലേലൂയ ഹോസാന. പ്രിയപ്പെട്ടവരെ, ശക്തമായി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും പിതാവിനെ സ്നേഹപൂർവ്വം ഇയൽക്കാരയിലേക്ക്, ഈ ഐമുറി ഇടവകയിലേക്ക് സന്തോഷത്തോടെ നിൽക്കുന്ന ഈ ദൈവജനത്തിന്റെ മധ്യയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും ശക്തമായി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ, സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കട്ടെ. രാജാവേ, ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോസാന. ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ. എല്ലാം നൽകി
പാടുന്നു. എല്ലാവരും ചേർന്ന് പാടുന്നു. ഹല്ലേലൂയ ഹോശാന. ദുഃഖം നൽകി പാടുന്നു. ഹല്ലേലൂയ ഹോശാന. ക്ലേശം നൽകി പാടുന്നു. ഹല്ലേലൂയ ഹോശാന. നേട്ടം നൽകി പാടുന്നു. ഹല്ലേലൂയ ഹോശാന. ഓട്ടം നൽകി പാടുന്നു. ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. നമ്മുടെ അഭിയോന്യ ജോസ് പുത്തൻവീട്ടിൽ പിതാവ് നമ്മോടൊപ്പമുണ്ട്. പിതാവിനെ ഞങ്ങളുടെ ഇടവകയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. കുറച്ചും കൂടി നമ്മുടെ ഹൃദയം വിശാലമാകട്ടെ. കുറച്ചും കൂടി നമ്മുടെ കാരുണ്യം അനേകരിലേക്ക് ഒഴിയുവാനായിട്ട്, അനേകരിലേക്ക് ഒഴുകിയെത്തുവാനായിട്ട് ഇടയാകട്ടെ. നമ്മൾ സാധാരണ പത്രത്തിൽ ഒരു കാര്യം വായിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മംഗലാപുരത്ത് ഒരു പ്ലെയിൻ തകർന്ന് 25 പേര് മരിച്ചുവെന്ന്. അതിന്റെ താഴെ ഒരു വാചകം കൂടി കാണും, മലയാളികൾ ആരും മരിച്ചിട്ടില്ല എന്ന്. എന്നുവെച്ചാൽ കേരളത്തിലുള്ള ആരും ദുഃഖിക്കേണ്ട എന്നുള്ളതാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആർക്ക് വേദനയുണ്ടായാലും അത് നെഞ്ചിലേറ്റുവാനായിട്ട് കഴിയണം. മറ്റുള്ളവരുടെ വേദന നെഞ്ചിലേറ്റി എന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മൾ രൂപപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുക. സ്നേഹം നിറഞ്ഞവരെ, ഈ വിശാലമായിട്ടുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. തീരുമാനമെടുക്കാനായിട്ട് കഴിയണം. ഇന്ന് മുതൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കും. രണ്ടാമതായിട്ട്, വേദനിക്കുന്ന മക്കളെ ജാതി മതഭേദമന്യേ ആരായാലും എന്നാൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കും. നമ്മളിൽ സ്വാർത്ഥത എപ്പോഴുമുണ്ട്. എന്റെ കുടുംബം, എന്റെ ആരോഗ്യം, എന്റെ ഇടവക, എന്റെ നാട്ടുകാര് എന്നൊക്കെ ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നും അതുകൊണ്ട് തന്നെ നമ്മളെ സഹോദരി സഹോദരന്മാരുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സ്നേഹം അവരുമായി പങ്കുവയ്ക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകത്തില് തമ്പുരാൻ പറയുന്നുണ്ട്, ഈ 2 കൽപ്പനകളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. ഒന്ന്, എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമതായിട്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എന്നിട്ട് തിരുവചനം നമ്മോട് പറയുകയാണ്, ഇത് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നീ ഈ തിരുവചനം അനുസ്മരിക്കണം. നിന്റെ വീടിന്റെ കട്ടിളപ്പടിയേമേല് ഇത് എഴുതി വെക്കണം. നിന്റെ നെറ്റിയിലെ പട്ടമായിട്ട് ഇതെപ്പോഴും ഉണ്ടായിരിക്കണം. എവിടെയായിരുന്നാലും ഈ 2 പ്രമാണങ്ങള് നീ മറക്കരുത് എന്ന്. ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നദ്ധിയില് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മാപ്പപേക്ഷിക്കാം. മുന്നോട്ടുള്ള ജീവിതത്തില് ദൈവത്തെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഈ 4-5 ദിവസങ്ങളിലായിട്ട് തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം.
നമ്മളിൽ ഒത്തിരിയേറെ പേര് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ആ സ്നേഹത്തിൽ തമ്പുരാൻ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 5-6 ദിവസങ്ങളില് ഈ ഇടവകയില് ഈ ധ്യാനം നടന്നപ്പോൾ അതില് അസ്വസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് സാത്താനാണ്. നമ്മള് ലൂക്കാ സുവിശേഷകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയി. എന്നാൽ അവൻ തിരിച്ചു വരുമ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ തിരിച്ചു പോയിട്ട് ശക്തരായിട്ടുള്ള 7 പേരെ കൂടി കൊണ്ടുവന്ന് അവിടെ വസിക്കുമെന്നാണ് പറയുക. നമ്മളില് ഇന്ന് നന്മയുടെ വിശുദ്ധിയുടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥനായിട്ടുള്ള സാത്താൻ നമ്മളെ പിന്നാലെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ, ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയിൽ അസ്വസ്ഥനായിട്ടുള്ള സാത്താൻ നമ്മളെ വീഴ്ത്തുവാനായിട്ട്, തകർക്കുവാനായിട്ട് നമ്മുടെ പിറകെ ഉണ്ടാകും. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ച കൃപകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് 4-5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഈ കൃപകളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകും. കാരണം അസ്വസ്ഥനായിട്ടുള്ള സാത്താൻ നമ്മുടെ പിറകെ ഉണ്ടാകും. മോശമായിട്ട് ജീവിക്കുന്ന ആരുടെയും പിറകെ സാത്താൻ പോകുകയില്ല. ഒരാൾ നന്നാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരാൾ അല്പം വിശുദ്ധിയിൽ വളർന്നു കഴിഞ്ഞാൽ അസ്വസ്ഥനായിട്ടുള്ള സാത്താൻ അവന്റെ പിന്നാലെ, അവളുടെ പിന്നാലെ ഉണ്ടാകും. അതുകൊണ്ട് ലഭിച്ച കൃപകൾ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നിർബന്ധമായിട്ട് നമ്മുടെ ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകണം നിർബന്ധമായിട്ടും. കർത്താവിന്റെ നാമത്തിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തിന്മയ്ക്കും ആ കുടുംബത്തിലേക്കോ ആ കുടുംബത്തിലുള്ള മക്കളിലേക്കോ വരുവാനായിട്ടിടയാകുകയില്ല. രണ്ടാമതായിട്ട് ഈശോ തന്നെ തന്റെ പ്രലോഭനങ്ങളെ എതിരിട്ടത് തിരുവചനം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നമ്മൾ തിരുവചനം വായിച്ച് അല്പം ധ്യാനിക്കണം. ഒത്തിരി വായിക്കണമെന്നില്ല, പക്ഷേ വചനം അഭിഷേകമുള്ളതാണ്, ശക്തിയുള്ളതാണ്, ദൈവനിവേശിതമാണ്. അതുകൊണ്ട് വചനം എല്ലാ ദിവസവും വായിക്കാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും? ഏത് സാത്താനെയും പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന കത്തോലിക്ക സഭയുടെ വലിയൊരു ശക്തിയാണ്, കത്തോലിക്കിന്റെ ജീവശ്വാസമാണ്. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അടുത്തതായിട്ട് അടുക്കലടുക്കൽ കുമ്പസാരം നടത്തണമെന്നുള്ളതാണ്. നമ്മൾ എത്ര വലിയ പ്രതിജ്ഞ എടുത്താലും, എത്ര വലിയ വിശുദ്ധന്മാരും വീണുപോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നീതിമാൻ പോലും ദിവസത്തിലെ 7 പ്രാവശ്യം വീഴുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. വിചാരത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ നമ്മൾ ഒത്തിരിയേറെ തെറ്റുകളിൽ വീണുപോകുമ്പോൾ അതിനെക്കുറിച്ച് അനുദപിച്ച് അടുക്കലടുക്കൽ കുമ്പസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവസാനമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുവാനായിട്ടിടയാകണം. നമ്മുടെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ ജപമാലയുണ്ടെങ്കിൽ, ആ ജപമാല എപ്പോഴും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, ആ ജപമാല നമ്മൾ എന്നും ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും സാത്താന് നമ്മെ സമീപിക്കാൻ സാധിക്കുകയില്ല, ഒരു തിന്മയ്ക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയണം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ആരാധന നടത്തുക
വിൻസെൻഷ്യൻ സഭയുടെ ജനറൽ കൗൺസിലറായ ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ചനാണ്. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അങ്ങീയ നിമിഷങ്ങളിൽ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന. പരിശുദ്ധാത്മാവ് നിറയാനായി ദാഹിച്ച് പ്രാർത്ഥിക്കണം. നടപടി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു, ഉന്നതത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദാനത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവിൻ. ഈ കാത്തിരിപ്പ് ദാഹത്തോടുകൂടിയ ഒരു കാത്തിരിപ്പാണ്, പ്രാർത്ഥനയാണ്. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഇരു കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കൂ. കണ്ണടച്ച് എന്റെ ഈശോ, എന്റെ എല്ലാ പാപ അവസ്ഥകളും ഓർത്ത് വീണ്ടും വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കൂ. എന്റെ മനസ്സിലെ വെറുപ്പോ വിരോധമോ ഇനി ഒരാളോടും ഞാനത് വെക്കുന്നില്ല. എല്ലാവരോടും ക്ഷമിക്കുന്നു ഈശോയെ. സ്നേഹത്തിലോട്ടും രമ്യതയിലോട്ടും ഞാനിതാ കടന്നു വരുന്നു. എന്തു നഷ്ടങ്ങൾ എനിക്ക് വന്നാലും നീ എല്ലാം എനിക്ക് തരും. നിന്നിൽ പ്രത്യാശയർപ്പിച്ച് ഞാനിതാ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. മനസ്സിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും അത് മാറ്റിക്കളഞ്ഞ് എന്റെ ഈശോ അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ ഒരിക്കലും കൈവിടില്ല, ഞാൻ ആകുലപ്പെടേണ്ടതില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല, നിരാശയോടെ കഴിയേണ്ടതില്ല, എല്ലാ പ്രതീക്ഷകളും തീർന്നുവെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. എന്റെ ദൈവം അവൻ എന്റെ കൂടെയുണ്ടെങ്കിൽ അവൻ എന്നെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. ഈ ബോധ്യം കൊണ്ട് മുള്ളു നിറയ്ക്കൂ പ്രിയപ്പെട്ടവരെ. ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കൂ. കർത്താവായ ഈശോയേ, എന്റെ ജീവിതത്തിലെ എല്ലാ പാപ അവസ്ഥകളും ഓർത്ത് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. എല്ലാ പാപ അവസ്ഥകളോടും ഞാനിതാ വിട പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ മനസ്സിലെ അസ്വസ്ഥതകളും ഭാരങ്ങളും നിരാശകളും ഞാനിതാ മാറ്റിക്കളയുന്നു. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിന്റെ പക്കലേക്ക് ഞാനിതാ എന്റെ കണ്ണുകൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ നാം നമ്മെ തന്നെ ഒരുക്കുന്നു. ദൈവ തിരുമുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നു. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക നാഥ. എല്ലാ വീഴ്ചകളും ഓർത്ത് അനുദപിച്ച് പരിശുദ്ധാത്മാവിന് വന്നു നിറയാനും അത്ഭുതകരമായ വിധം നമ്മിൽ പ്രവർത്തിക്കാനും നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഗാനം പാടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ.
നിർമ്മലമായ ഹൃദയമെന്നിൽ നിർമ്മലമായൊരു കരങ്ങൾ ഉയർത്തി ഹൃദയമെന്നിൽ കരങ്ങൾ ഉയർത്തി നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുളെന്നിൽ ദേവാ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഞാൻ ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരമപിതാവായ ദൈവമേ, പരമപിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ ശക്തിയായ അങ്ങയുടെ ശക്തിയായ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു ഈ നിറയണമേ. ധ്യാന ദിവസങ്ങളിൽ ഈ ധ്യാന ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത നല്ല തീരുമാനങ്ങളിൽ നല്ല തീരുമാനങ്ങളിൽ നിലനിൽക്കാനും വിശ്വസ്തയോടെ ജീവിക്കാനും വേണ്ട അനുഗ്രഹമായി ശക്തിയായി ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ കുറവുകളിൽ ഞങ്ങൾക്ക് കൂടെ കൂടെ വന്നു പോകുന്ന വീഴ്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്താനായി ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ, മുറിവുകളിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശാരീരികമായ രോഗങ്ങളിൽ, വേദനകളിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപയായി ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പിപ്പിടിച്ച് തലകുനിച്ച് പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്താ ദിവസം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. വലിയൊരു കൊടുങ്കാറ്റിന്റെ ആരവം അവര് കേട്ടു. അഗ്നി പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്കും കിട്ടി. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രത്യേകമായിട്ട് യാചിച്ച്, നിത്യ സഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. ആദ്യ വരികൾ 3 പ്രാവശ്യം പാടി നമുക്ക് മാതാവിന്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ ശക്തി
നമ്മിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. വീണ്ടും നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി മക്കൾ ഞങ്ങൾക്കായി ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി മക്കൾ ഞങ്ങൾക്കായി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ദിനങ്ങളിൽ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് തന്ന വിശുദ്ധീകരണത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക